നമസ്കാരം. ഇന്ന് യെരുശലേം ദേവാലയത്തിൻ്റെ ചരിത്രമാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. യെരുശലേം ദേവാലയം 3 തവണയാണ് നിർമ്മിച്ചത്. അതിലെ രണ്ടാമത് നിർമ്മിച്ച ആലയം സെരുബാബേൽ നിർമ്മിച്ച ആലയമാണ്. ബാബിലോണിയ രാജാവായ നെബൂഖദ്നേസർ BC 587 യെരുശലേം ആക്രമിക്കുകയും യെരുശലേം ദേവാലയം നശിപ്പിക്കുകയും യെരുശലേം നിവാസികളെ അടിമകളായി പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തു. 70 വർഷത്തെ ബാബിലോണിയ പ്രവാസത്തിന് ശേഷം പേർഷ്യൻ രാജാവായ കൊരേസിൻ്റെ അനുവാദത്തോടും പിന്തുണയോടും കൂടി തിരിച്ചെത്തിയ യഹൂദ ജനത പഴയ ദേവാലയത്തിൻ്റെ സ്ഥാനത്ത് അതേ വലിപ്പത്തിലും അതേ ഘടനയിലും പുതിയ ദേവാലയം പണിതു. എന്നാൽ ശലോമോൻ രാജാവ് നിർമ്മിച്ച യെരുശലേം ദേവാലയത്തിൻ്റെ അത്ര പ്രൗഢി അതിനുണ്ടായിരുന്നില്ല. 168 BC യെരുശലേം ദേവാലയം വീണ്ടും അന്ത്യോക്യോസ് എപ്പിഫാനോസ് എന്ന സിറിയൻ രാജാവ് ആക്രമിച്ച് നശിപ്പിച്ചു. എങ്കിലും യൂദാസ് മക്കാബിയാസ് ശത്രുക്കളെ തുരത്തി ദേവാലയം വീണ്ടും പുതുക്കി അവിടെ പ്രതിഷ്ഠ ഉത്സവം നടത്തി. മൂന്നാമത് ഹെറോദാവിൻ്റെ ദേവാലയമാണ്. BC 19 ഹെറോദാസ് രാജാവ് യഹൂദന്മാരുടെ പ്രീതി സമ്പാദിക്കുന്നതിന് യെരുശലേം ദേവാലയം വിസ്തൃതമായും മനോഹരമായും പുനർനിർമ്മാണം ചെയ്യുവാൻ ആരംഭിച്ചു. കർത്താവിൻ്റെ കാലത്ത് നിലനിന്നത് ഈ ദേവാലയമാണ്. ഈ ദേവാലയത്തിലാണ് ക്രിസ്തുദേവൻ സുവിശേഷം അറിയിച്ചത്. എന്നാൽ അതിൻ്റെ പൂർത്തീകരണം AD 64 മാത്രമേ നടന്നുള്ളൂ. AD 70 റോമാക്കാർ ടൈറ്റസിൻ്റെ നേതൃത്വത്തിൽ യെരുശലേം ദേവാലയം ആക്രമിക്കുകയും ദേവാലയം തകർത്തു കളയുകയും ചെയ്തു. അങ്ങനെ യേശുവിൻ്റെ വാക്കുകൾ നിവർത്തിയായി. ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ശേഷിക്കുകയില്ല എന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലും വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിലും വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് നശിപ്പിക്കപ്പെട്ട ദേവാലയം ഇന്നുവരെയും പണിയപ്പെട്ടിട്ടില്ല. ഇസ്രായേൽ രാഷ്ട്രം പിന്നീട് രൂപം കൊണ്ടത് 1948 യെരുശലേം ദേവാലയം പണിയണമെന്ന് ഇസ്രായേൽ ജനതയ്ക്ക് വലിയ ആഗ്രഹമാണ്. ഇസ്രായേൽക്കാർക്ക് ഇന്നുവരെ അതിന് സാധിച്ചിട്ടില്ല. അതിനു കാരണം അറബികളുടെ കഠിനമായ എതിർപ്പാണ് അതിൻ്റെ മുഖ്യ തടസ്സം. ഇത് യെരുശലേം ദേവാലയത്തിൻ്റെ ഒരു ചെറിയ വിവരം നിങ്ങളുമായി പങ്കുവച്ചു. ഇത് ഇത്രമാത്രം. നന്ദി, നമസ്കാരം.